തനിക്ക് എന്തിനാടോ ഈ ഭ്രാന്തിയെ? ഇവളെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിൽ വളർന്ന പെണ്ണാണെന്ന് തോന്നുന്നു. ഇവളെ സൗന്ദര്യം കണ്ടാണ് വലിയ തുക മുടക്കി ഇവളെ ഞങ്ങൾ വാങ്ങിയത്. ഇവിടെ വരുന്നതിന് മുൻപ് ഇവളെ മറ്റു പലർക്കും വിറ്റിരുന്നു. പക്ഷേ ഭ്രാന്തുള്ള വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇവളെ വാങ്ങിയ തുകയും പിന്നെ കുറച്ച് പണമൊക്കെ ഇവൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്, മരുന്നിനും മറ്റുമായി. ആ തുകയൊക്കെ മുഴുവനും തന്നിട്ടേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും, ആ സ്ത്രീ പറഞ്ഞു. ആരാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത്? പ്രിയൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതിലെ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞത് പലരുടെയും കൈമറിഞ്ഞാണ് ഇവളിവിടെ വന്നെത്തിയത്. ഏതൊരുത്തൻ പ്രേമിച്ച് പറ്റിച്ച് നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ഇവിടെ കൊണ്ടുവന്ന മാർവാടി പറഞ്ഞിരുന്നു. എന്തിനാ സാറേ ഇവളെപ്പോലെ ഒരുത്തിയെ സാറിനും? പെണ്ണിനാണെങ്കിൽ മുഴുത്ത വട്ടാണ്. ഇനി ഇവളുടെ കരളോ കിഡ്നിയോ അടിച്ചു മാറ്റി വിൽക്കാനാണോ ഉദ്ദേശം? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങൾക്ക് എത്ര തുക വേണമെന്ന് പറ, പറഞ്ഞ തുക ഞാൻ തരും, പ്രിയൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. പണം കിട്ടിയ പിന്നെ എന്താ സാറേ കുഴപ്പം? ഞാനൊന്ന് അന്വേഷിക്കാൻ വരുന്നില്ല. സാർ ഇവളെ കൊണ്ടുപോയിക്കോ, കൊല്ലിക്കോ വളർത്തിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ സാറേ, അവർ ആർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ലൊരു തുക കൊടുത്ത് പ്രിയൻ വേണിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. പെട്ടെന്ന് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ അഡ്മിറ്റ് ചെയ്തു. അവളുടെ ശരീരത്തിൽ മുഴുവനും മുറിവുകളുണ്ടായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ പഴുത്ത് വ്രണപ്പെട്ടിരിക്കുകയായിരുന്നു. വളരെ ക്രൂരമായി ലൈംഗികമായി പീഡിക്കപ്പെട്ടു എന്ന് അവളെ നോക്കിയ ഡോക്ടേഴ്സ് തറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പോലീസിൽ അറിയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പ്രിയൻ അതിനെ തടഞ്ഞു. വലിയൊരു തുക ഡോക്ടേഴ്സിന് വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് അയാൾ വേണിയും കൊണ്ട് കേരളത്തിലേക്ക് വന്നത്. വലിയ ഹോസ്പിറ്റലുകളിൽ നല്ല ചികിത്സകളെല്ലാം അവൾക്ക് നൽകി. ഒരുപാട് സൈക്കട്രിസ്റ്റിനെ കാണിച്ചു, പക്ഷെ ഒരു ഫലമുണ്ടായില്ല. അവളുടെ മാനസിക നില വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങിയെങ്കിലും വേണിയുടെ മനസ്സ് തിരിച്ചു പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പ്രിയൻ പറയുന്ന കഥകൾ കേട്ട് കാന്തി നിർവികാരത്തോടെ ഇരുന്നു. എന്താണ് മരുമോളെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നുണയാണെന്ന് തന്നെയാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നത്? ഒരു പുച്ഛഭാവത്തോടെ പ്രിയൻ കാന്തിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്രിയന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാൻ കഴിയാതെ കാന്തി ദയനീയമായി മഹാദേവനെ നോക്കി. കാന്തിയെ നോക്കി നിരാശയോടെ നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ മഹാദേവനും കഴിഞ്ഞില്ല. തെളിവ് വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം എന്നും പറഞ്ഞിട്ട് പ്രിയൻ അവരെയും കൂട്ടി വീടിന്റെ 3-ാം നിലയിലേക്ക് പോയി. പൂട്ടിക്കിടന്നിരുന്ന ആ വലിയ റൂം തുറന്നു. ആ വലിയ മുറിയിൽ കട്ടിൽ കിടക്കുന്ന രൂപത്തെ കണ്ട് കാന്തി ഭയത്തോടെ മുഖം തിരിച്ചു. മെലിഞ്ഞുണങ്ങി ശോഷിച്ചു കിടക്കുന്ന ഒരു സ്ത്രീരൂപം. വറ്റി വരണ്ട മങ്ങിയ മിഴികൾ തുറന്നിരിക്കുന്നു. തലയിലെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഒരനക്കവുമില്ലാതെ കിടക്കുന്ന സ്ത്രീരൂപം. കാലിന് താഴെ യൂറിനറി ട്യൂബ് കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണ് മരുമോളെ മുഖം തിരിച്ചു കളഞ്ഞത്? നിന്റെ അച്ഛനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് അവൻ ഇവൾക്ക് കൊടുത്ത ശിക്ഷയാണിത്. മരിക്കുന്നത് വരെ നരകിച്ച് നരകിച്ച് കഴിയാനുള്ള ശിക്ഷ. പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. സത്യം അറിയണം എന്നുറച്ച തീരുമാനത്തോടെ കാന്തി മഹാദേവനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ദൈവങ്ങൾക്കൊപ്പമാണ് കാന്തി അവൾ അച്ഛനെ കണ്ടിരുന്നത്. ആ അച്ഛൻ ഇതുപോലെ ഒരു മുഖമുണ്ടെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മനസ്സ് നിർജീവമാക്കപ്പെട്ട പോലെയാണ് കാന്തി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. നിർവികാരത്തോടെ അവൾ കാറിലെ കോൺഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാന്തിയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് മഹാദേവൻ മനസ്സൽപ്പം ഒന്ന് നൊന്തു. സഹതാപത്തോടെ അവളെ നോക്കിയ ശേഷം അവൻ കാർ മുന്നോട്ടെടുത്തു. യാത്രവേളയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കുറെ ദൂരം പോയതും അവൻ കാർ ഒരു റെസ്റ്റോറന്റിനോട് ചേർത്ത് നിർത്തി. ശേഷം കാന്തി ഒന്ന് നോക്കി. അവൾ ഇപ്പോഴും നിർവികാരത്തോടെ ഇരിക്കുകയാണ്. കാർ നിന്നതും അവൾ അറിഞ്ഞിട്ടേയില്ല. കാന്തി, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. അവന്റെ ശബ്ദമൊന്നും അവൾ അറിഞ്ഞതേയില്ല. ഒരു പ്രതികരണവുമില്ലാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്നവളെ മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം അവൻ അല്പം ഉയർത്തി അവളെ വിളിച്ചു. കാന്തി. പക്ഷെ അവളുടെ ഭാഗത്തു നിന്നും അപ്പോഴും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അല്പം ദേഷ്യത്തോടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കുലുക്കി. കാന്തി, നീ എന്താ ഈ ലോകത്തൊന്നുമല്ലേ? ഞാൻ എത്ര സമയമായി നിന്നെ വിളിക്കുന്നു? അവൻ അല്പം നീരസത്തോടെ പറഞ്ഞു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അതിന് മറുപടിയൊന്നും അവൾ പറഞ്ഞില്ല. നിർവികാരത്തോടെ അവന് നേരെ മിഴികൾ ചലിപ്പിച്ചു. വാ, നമുക്ക് ഈ റെസ്റ്റോറന്റിൽ നിന്നും എന്തെങ്കിലും കഴിക്കാം. സമയം എത്രയായി? വിശക്കണില്ലേ? എനിക്ക് വേണ്ട ഏട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഏട്ടൻ പോയി കഴിച്ചിട്ട് വാ, നേരത്തെ ശബ്ദത്തോടെ അവൾ പറഞ്ഞു. അതെന്താ നിനക്ക് വേണ്ടാത്തേ? നീ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതല്ലേ? ഇന്നിതാ നേരം വെളുത്ത് 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായ കുടിച്ചിരുന്നു. താൻ അതും കുടിച്ചില്ലല്ലോ. വാ, ഭക്ഷണം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് വേണ്ട വയ്യേട്ടാ, വിശപ്പില്ലഞ്ഞിട്ടാ. ഇത് നല്ല കഥ. ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് നിനക്ക് വിശക്കുന്നില്ലെന്നോ? വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോ ഈ റെസ്റ്റോറന്റിൽ നിന്നും നീ എന്തെങ്കിലും കഴിക്കണം, അവനൊപ്പം ദേഷ്യത്തോടെ പറഞ്ഞു.
എനിക്കൊന്നും വേണ്ട, ഒന്ന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല, എന്നെ നിർബന്ധിക്കരുതേട്ടാ. അതെന്താടി, നിന്റെ തൊണ്ട അടഞ്ഞുപോയോ? ഈ വക മെലോ ഡ്രാമയൊന്നും എൻ്റെ മുന്നിൽ കളിക്കണ്ട. ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞാൽ വരണം. പിന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദുരന്തങ്ങളും നമ്മളെ തേടി വരും എന്ന് കരുതി ഭക്ഷണം ഉപേക്ഷിക്കുകയാണോ എല്ലാവരും ചെയ്യുന്നത്? എന്തിനാ മഹിയേട്ടാ എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിത്തന്നത്? നിങ്ങളെ കുടുംബത്തെ ദ്രോഹിച്ച മഹാപാപിയുടെ മകളല്ലേ ഞാൻ? അവൾ അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. സത്യങ്ങളൊക്കെ നീ ഇപ്പോഴല്ലേ അറിയുന്നത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു തന്നിട്ട് ഒരു നേരമെങ്കിലും ഞാൻ നിന്നെ പട്ടിണി കിട്ടിയിട്ടുണ്ടോ? മനസ്സിലെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ചില സമയത്തൊക്കെ ചെറിയ തോതിൽ ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു നേരം പോലും നിന്നെ പട്ടിണി കിട്ടിയിട്ടില്ല. പാമ്പങ്ങൽ തറവാട്ടിലെ പ്രിയദർശന്റെ മകനാണ് ഞാൻ. ശത്രുക്കളോട് പോലും അല്പം മനുഷ്യത്വം ഞാൻ കാണിക്കാറുണ്ട്. ദേ, നീയുമായി ഇപ്പോ ഒരു സംവാദത്തിന് എനിക്ക് താല്പര്യമില്ല. വിശന്നിട്ടാണെങ്കിൽ പ്രാണൻ കത്തുന്നു. വാ, വന്നിട്ട് എന്തെങ്കിലും കഴിക്ക്. ഞാൻ നല്ല ഭാഷയോടെയാണ് സംസാരിക്കുന്നത്. അധികം ജാട കാണിച്ചാൽ അറിയാലോ കാന്തി, നിനക്ക് എന്റെ സ്വഭാവം. അവൻ അല്പം ശബ്ദം കനപ്പിച്ച് പറഞ്ഞു. അവന് ശബ്ദം കേട്ടതും കാന്തി പിന്നൊന്നും പറയാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ കോട്ട് ഡ്രൈവിംഗ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവളെ നിന്ന് നോക്കി അമർത്തി മൂളിക്കൊണ്ട് അവനും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവളും അവന്റെ അടുത്ത് വന്നിരുന്നു. എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് അവനൽപ്പം ആവർത്തി അവളോട് ചോദിച്ചെങ്കിലും അവളുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവസാനം അവൻ 2 മസാല ദോശകൾ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അവൻ ദോശ വന്ന പാടെ കഴിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ അവളെ ഒന്ന് പാഴി നോക്കി. അപ്പോഴും അവളൊന്നും തന്നെ കഴിക്കാതെ ദോശയിലേക്കും മുറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ കണ്ടത്. എന്താ കാന്തി വെറുതെ നോക്കിയിരിക്കുന്നത്? കണ്ണുകൊണ്ടാണോ നീ ദോശ കഴിക്കുന്നത്? ഒരു പരിഹാസ രൂപേണ അവൻ ചോദിച്ചു. അവന്റെ വാക്കുകൾക്ക് ഒരു മറുപടിയും പറയാതെ മനസ്സില്ലാ മനസ്സോടെ അവൾ ദോശ പൊട്ടിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. അവനോടുള്ള ഭയം കൊണ്ട് അവൾ വേഗം തന്നെ ദോശ കഴിച്ചു തീർത്തു. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നും യാത്ര തുടർന്നു. പിന്നെ കാർ എവിടെയും നിർത്തിയില്ല. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അവൾ അവളുടെ അക്ഷരം എന്ന വീട്ടിലെത്തി. മുമ്പൊക്കെ ഈ വീട് തനിക്ക് സ്വർഗമായിരുന്നു, എന്നാൽ ഇന്ന് എനിക്കിത് നരകമാണ്. കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അവൾ ചിന്തിച്ചു. അവളുടെ അനുജത്തി അഭിരാമിയാണ് കാന്തി ആദ്യം കണ്ടത്. ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ അവൾ എല്ലാവരെയും പൂമുഖത്തേക്ക് വിളിച്ചു വരുത്തി. മകളെ കണ്ട സന്തോഷത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ശോഭയും ഗോപാലകൃഷ്ണനും. എന്താ മോളെ, നീ വരുന്ന വിവരം പറഞ്ഞില്ലല്ലോ? മുത്തശ്ശി അവൾ തലോടിക്കൊണ്ട് പറഞ്ഞു. വരേണ്ടി വന്നു മുത്തശ്ശി. എല്ലാ സമയം ഒരേ സാഹചര്യമായിരിക്കില്ലല്ലോ എന്ന് മുത്തശ്ശിയെ നോക്കി പറഞ്ഞതിന് ശേഷം മറ്റാരെയും നോക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. പരിചയമില്ലാത്ത കാന്തിയുടെ ഈ പ്രവൃത്തി കണ്ട് മറ്റുള്ളവരെല്ലാവരും മുഖത്തോടെ മുഖം നോക്കി. മഹാദേവനോട് അവർക്ക് നീരസമുണ്ടായിരുന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അവർ അവനെ അകത്തേക്ക് കയറ്റിയിരുത്തി. വീട്ടിലെത്തി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കാന്തി ആരോടൊന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ല. ആരോടൊന്നും മിണ്ടാതെ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്ന കാന്തിയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. എന്താ മോളെ, നിനക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ പറ. വിവാഹം കഴിഞ്ഞെന്ന് വെച്ച് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കണമെന്നില്ല. മഹാദേവന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് നിനക്ക് ഇവിടെ വന്ന് നിന്നൂടെ? ഈ വിവാഹം തന്നെ ഒരു ചതിയായിരുന്നില്ലേ? ആ പ്രിയദർശന്റെ ഫാമിലി തന്നെ ശരിയല്ല. നമുക്ക് ചതി പറ്റിപ്പോയി മോളെ. ആ വേണി എന്ന രാക്ഷസി ജീവിക്കുന്ന കുടുംബത്ത് ആർക്ക് സമാധാനം കിട്ടില്ല. നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തത് എന്നും പറഞ്ഞ് മുത്തശ്ശി അവൾ തലോടിക്കൊണ്ടിരുന്നു. മതി മുത്തശ്ശി, എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയണത്? നമ്മുടെ ഭാഗത്ത് ശരി ഉണ്ടാകണമെങ്കിലേ മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് അധികാരമുള്ളൂ. അവൾ മുത്തശ്ശിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെയാ എൻ്റെ കുഞ്ഞെ ഈ പറയണേ? നമ്മുടെ ഭാഗത്ത് ശരി വേണമെന്നാ? അതിന് നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? മുത്തശ്ശി പറഞ്ഞു തീർക്കും മുന്നേ അവിടേക്ക് മഹാദേവൻ കയറി വന്നു. മഹാദേവനെ കണ്ടതും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുത്തശ്ശി വിഴുങ്ങി. ശേഷം അവനെ നോക്കി പതുക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോനിക്ക് ഞാൻ മോളോട് വെറുതെ കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നതാ. ഇഷ്ടമില്ലെങ്കിലും വെറുതെ സന്തോഷം അഭിനയിച്ചത് മുത്തശ്ശി പറഞ്ഞു. അതിന് മറുപടി എന്നോണം മുത്തശ്ശി ഒന്ന് നോക്കിയ ശേഷം അവൻ ദയനീയമായി കാന്തിയെ നോക്കി. അവനോടൊന്നും മറുപടി പറയാതെ മുത്തശ്ശി ഒന്ന് പാളി നോക്കിയ ശേഷം അവൾ ആ മുറിവിട്ട് എഴുന്നേറ്റ് പോയി. കാര്യം എന്തെന്നറിയാൻ മുത്തശ്ശിയും അവളുടെ പുറകെ പോയി. അവൾ നേരെ പോയത് അടുക്കളത്തോട്ടത്തിലേക്കാണ്. മോളെ കാന്തി, നീ എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറ മോളെ. നീ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗത്ത് ശരി വേണമെന്ന്. അതിന് നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? മുത്തശ്ശി അല്പം കടുത്ത ഭാഷയിൽ അവളോട് ചോദിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ശോഭയും അഭിരാമിയും ആകാശം കൂടി വന്നു. മുത്തശ്ശി മോളും കൂടി അടുക്കളത്തോട്ടത്തിൽ എന്താ പരിപാടി? ശോഭ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ ശോഭയെ, ഇവിടെ നിന്നും പോയ നമ്മുടെ പഴയ കാന്തിയല്ലേ ഇത്? ഇപ്പൊ ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുത്തശ്ശി നിരാശയോടെ പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നം? മഹിയുടെ വീട്ടിൽ നിനക്ക് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഇവിടേക്ക് വരാം.
ഈ അക്ഷരം തറവാടിന്റെ വാതിൽ ഒരിക്കലും നിന്റെ മുമ്പിൽ കൊട്ടിയടക്കില്ല. ശോഭ അവൾ തലോടിക്കൊണ്ട് പറഞ്ഞു. അതിന് കാന്തിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. മനസ്സിലെ ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി അവൾ മിണ്ടാതെ നിന്നു. ചേച്ചി, എന്താ കാര്യം? എന്താണെങ്കിലും പറ, അഭിരാമി ചോദിച്ചു. എന്താ കാന്തി, നീ ആരെയാണ് ഭയക്കുന്നത്? നീ ആരെയും ഭയക്കണ്ട. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ കൂടെ ഞങ്ങളുണ്ട്. നിനക്കെന്തോ പ്രിയദർശിനെയും മഹാദേവനെയും പേടിയാണോ? അവരെ പേടിച്ചിട്ടാണോ നീ ഞങ്ങളോടൊന്നും പറയാത്തത്? നീ ഒരു വാക്ക് മൂളിയാൽ ഇപ്പൊ തന്നെ ഞാൻ മഹാദേവനെ ഇവിടെ നിന്ന് മടിച്ചിറക്കാം. എന്താ കാന്തി നീ ഒന്നും മിണ്ടാത്തത്? ആകാശ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. എന്താ കാന്തി, ഞങ്ങളൊക്കെ മാറി മാറി ചോദിച്ചിട്ടും നീ എന്താ ഞങ്ങളോടൊന്നും മിണ്ടാതെ? ശോഭയും പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ എന്താ അമ്മേ പറയേണ്ടത്? യഥാർത്ഥ കുറ്റക്കാരൻ മഹിയേട്ടനോ മഹിയേട്ടന്റെ അച്ഛൻ പ്രിയദർശനോ അല്ല. നമ്മൾ ഇത്രയും കാലം കുറ്റപ്പെടുത്തിയ വേണിയുമല്ല. യഥാർത്ഥത്തിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ ഞാൻ ഇത്രയും നാൾ അച്ഛനെന്ന് വിളിച്ച അയാളാണ്. അവൾ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. എന്തു പറഞ്ഞൊരു അസത്തെ എന്ന് പറഞ്ഞ് ശോഭ കാന്തിയുടെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു. കാന്തി, നീ നമ്മുടെ അച്ഛനെ പറ്റിയാണോ ഇങ്ങനെ പറയുന്നത്? ആകാശനും ദേഷ്യം വന്നു. അച്ഛൻ, അയാളെ അച്ഛന്ന് വിളിച്ചാൽ അച്ഛൻ എന്ന വാക്കിന്റെ പവിത്രത വരെ നഷ്ടപ്പെടും. അവൾ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. മോളെ. പുറകിൽ നിന്ന് വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. പുറകിൽ കാന്തിയെ നോക്കി നിസ്സഹാനായി നിൽക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. അച്ഛൻ എന്ത് തെറ്റാ മോളെ ചെയ്തത്? അയാൾ ദയനീയമായി ചോദിച്ചു. അപ്പൊ തന്നെ കാന്തി അവളുടെ ഫോൺ ഓൺ ചെയ്ത് അതിലെ ഗോപാലകൃഷ്ണന്റെയും കൃഷ്ണവേണിയുടെയും റെയിൽവേ സ്റ്റേഷനിലെ പഴയ ചിത്രം ഓപ്പൺ ചെയ്ത് അയാൾക്ക് നേരെ നീട്ടി. എന്നിട്ട് ചോദിച്ചു. സത്യം പറയണം, പേന മാത്രം പിടിച്ച് ശീലിച്ച അച്ഛൻ്റെ ഈ കൈകൾ ശുദ്ധാണോ? ഫോണിലെ ഫോട്ടോ കണ്ടതും ഗോപാലകൃഷ്ണൻ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഇത് ആ കുട്ടിയല്ലേ? വിക്കലോടെ അയാൾ പറഞ്ഞു. അച്ഛനറിയോ ഈ സ്ത്രീയെ? അവൾ ദയനീയമായി ചോദിച്ചു. കാന്തിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഒരു കുറ്റവാളിയെ പോലെ അയാൾ മറ്റുള്ളവരൊന്ന് കണ്ണോടിച്ചു നോക്കി. ഒന്നും പറയാനില്ലാത്തവനെ പോലെ വളരെ വേഗത്തിൽ തന്നെ അകത്തേക്ക് നടന്നുപോയി. അച്ഛാ, സത്യം പറഞ്ഞിട്ട് പോ എന്നും പറഞ്ഞ് കാന്തി പുറകെ പോയെങ്കിലും അയാൾ റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. തുറക്കച്ച വാതിൽ. അച്ഛാ, അച്ഛാ എന്ന് വിളിച്ച് കാന്തി വാതിൽ ശക്തിയിൽ തട്ടിക്കൊണ്ടിരുന്നു. എന്താ കാര്യം എന്നറിയാനായി മറ്റുള്ളവരും അവളുടെ പുറകെ വന്നു. എന്താ കാന്തി കാര്യം? ഇതാടെ ഫോട്ടോയാണ്, ശോഭ സംശയത്തോടെ ചോദിച്ചു. അവൾ ആ ഫോട്ടോ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് അവരെല്ലാരെയും കാണിച്ചു. ഈ ഫോട്ടോയിലെ ഈ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ വീട്ടിലെ മര്യാദ പുരുഷോത്തമനായ ഗോപാലകൃഷ്ണൻ. കൂടെയുള്ളത് ഇയാൾ പറ്റിച്ച് വഞ്ചിച്ച് കൃഷ്ണവേണി എന്ന് വിളിക്കുന്ന വേണി. കാന്തിയുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ മറ്റുള്ളവർ മുഖത്തോട് മുഖം നോക്കി. ശോഭ ആകെ തകർന്നു പോയിരിക്കുന്നു. എല്ലാവരും ആ ഫോൺ വാങ്ങി ഫോട്ടോ സൂം ചെയ്ത് നോക്കി. ക്രൂരനാണമ്മേ നമ്മുടെ അച്ഛൻ, ക്രൂരനാണ്. അച്ഛനെ പറ്റി മോശമായി കേട്ടെങ്കിലും കഴിഞ്ഞ നിമിഷം വരെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോട്ടോ കണ്ടപ്പോൾ അച്ഛൻ്റെ ഭയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ കൈകൾ ശുദ്ധമല്ലെന്ന്. അവൾ സങ്കടത്തോടെ പറഞ്ഞു. എന്താ കാന്തി നീ പറഞ്ഞു വരുന്നത്? ആകാശ് ഗൗരവത്തോടെ ചോദിച്ചു. പ്രിയദർശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ അവർക്ക് വിവരിച്ചു കൊടുത്തു. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പ്രസവിച്ച എൻ്റെ മകന് ഒരിക്കലും ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ കഴിയില്ല. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുന്നവനാണ് എൻ്റെ മകൻ. അവൻ ഒരിക്കലും ഇത്രയും ക്രൂരത ആരോടും ചെയ്യില്ല. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ മോളെ, നമ്മുടെ അച്ഛന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ പ്രിയദർശന്റെ വേലത്തരമാണ്. അയാൾ ഉണ്ടാക്കിയ വെറും കള്ളക്കഥയാണിത്. ആകാശ് ദേഷ്യത്തോടെ പറഞ്ഞു. ഏട്ടാ, എന്താ ഒന്നും മനസ്സിലാകാത്തതുപോലെ സംസാരിക്കുന്നത്? നമ്മുടെ അച്ഛന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിന് അച്ഛൻ മുറി അടച്ച് അകത്തിരിക്കണം? എന്തിനച്ഛൻ ഭയക്കണം? ഈ ഫോട്ടോ കണ്ട നിമിഷം അച്ഛൻ ഭയന്നുകൊണ്ട് വിറച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഏട്ടാ? കാന്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്നത്തെ ദിവസം ഗോപാലകൃഷ്ണൻ ആ മുറി വിട്ട് പുറത്തിറങ്ങിയില്ല. ആരും അയാളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. രാത്രി ഏറെ വൈകിയ സമയത്ത് ഗോപാലകൃഷ്ണൻ ആ മുറി വിട്ട് പുറത്തിറങ്ങി. അയാൾ നേരെ പോയത് അടച്ചിട്ടിരിക്കുന്ന ആ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ്. അവിടെ എത്തിയതും അയാൾ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ, നിന്നെ ഞാനൊരു കൂടപ്പുറപ്പായി അല്ലേ കണ്ടത്? നിന്നെ ചതിക്കുകയാണോ ചെയ്തത്? ദേ, ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാനാണ് കുറ്റക്കാരൻ. ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും മുമ്പിലെങ്കിലും എനിക്ക് സത്യം തെളിയിക്കണം. മറ്റുള്ളവരുടെ വീഴ്ച ചുമക്കാൻ ഞാൻ തയ്യാറല്ല. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മകളുടെ ജീവിതം തന്നെ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യയാണ്. സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ അതിജീവിക്കില്ല. ഹലോ ഹലോ ഷി, അവൻ ഫോൺ വെച്ചല്ലോ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ വളരെ വികാരധീനനായി ഫോണിലൂടെ പറഞ്ഞു. എന്താണ് ഈ പാതിരാത്രി ഇവിടെ എന്ന മഹാദേവന്റെ ചോദ്യം കേട്ടൊരു ഞെട്ടലോടെ ഗോപാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കി. ജ്വലിക്കുന്ന കണ്ണുകളോടെ നിൽക്കുകയായിരുന്ന മഹാദേവൻ. അപ്പോൾ മഹാദേവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അയാൾ തല കുനിച്ചു നിന്നു.
മൂടി വെച്ച തെറ്റുകൾ ഒരു നാൾ പുറത്തു വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകില്ലല്ലേ. പാപത്തിന് ശമ്പളം മരണമാണ്. കടുത്ത ഭാഷയിൽ തന്നെ മഹാദേവൻ പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ എന്റെ മകളെ കൊല്ലാക്കൊല ചെയ്യരുത്. എന്നെ വേണമെങ്കിൽ കൊന്നോടൂ. കാന്തി വെറുതെ വിടണം. ഗോപാലകൃഷ്ണൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടത് മഹാദേവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എല്ലാരും നിങ്ങളെപ്പോലെ ആകുമെന്ന് കരുതിയോ? വാശിയായിരുന്നു. പാമ്പുകൾ തറവാട്ടിലെ ഒരു പുൽക്കൊടിക്ക് പോലും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും തീർത്താൽ തീരാത്ത പകയായിരുന്നു. ഇത് പറയുമ്പോൾ മഹാദേവന്റെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു. ഈ കുടുംബം മുഴുവനും ചുട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കാന്തിയെ വിവാഹം കഴിച്ചത് തന്നെ. ഉപയോഗം കഴിഞ്ഞ ശേഷം പിച്ചി ചീന്തി തെരുവിലേക്ക് എറിയാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിനുറപ്പിച്ചു തന്നെയാണ് വിവാഹത്തിന്റെ അന്ന് തന്നെ ഞാൻ അവളെ കൊണ്ട് ഫിൻലാൻഡിലേക്ക് പറഞ്ഞത്. ഇവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്തിന്റെ പേരിലായാലും താലി കെട്ടി സ്വന്തമാക്കിയവളെ ചതിക്കാൻ തോന്നിയില്ല. മനസ്സിന്റെ ഒരു കോണിൽ പകയെരിയുമ്പോഴും മറുവശത്ത് ഞാൻ അവളെ എൻ്റെ പ്രാണനെ പ്രണയിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ പോലും ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അത്രമാത്രം ഞാൻ അവളെ പ്രണയിക്കുന്നു. ഇപ്പോൾ അവളുടെ മനസ്സിൽ എന്നോട് വെറുപ്പായിരിക്കും. സാരില്ല, ഈ ജന്മം മുഴുവനും അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് പറയുമ്പോൾ മഹാദേവന്റെ ശബ്ദം വളരെ മധുരമായി മാറി. മോനെ മഹി. ഗോപാലകൃഷ്ണൻ അവനെ നേർത്ത ശബ്ദത്തിലൂടെ വിളിച്ചു. എന്തേ എന്ന മട്ടിൽ അവൻ അയാളെ നോക്കി. നന്ദിയുണ്ട് മോനെ. എന്നോടുള്ള പക എൻ്റെ മകളോട് നിങ്ങൾ കാണിച്ചില്ലല്ലോ. പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയും ചതിക്കാൻ എന്നെക്കൊണ്ടും കഴിയില്ല. ആ ഫോട്ടോയിൽ കാണുന്ന പുരുഷൻ ഞാൻ തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേണിയെ ബോംബെക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. ഒരു പെങ്ങളെപ്പോലെ കണ്ട് വളരെ സുരക്ഷിതമായി തന്നെ ഞാൻ കൃഷ്ണവേണിയെ ബോംബെയിൽ എത്തിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും എൻ്റെ അറിവോടെയല്ല. ഞാനല്ല അവളുടെ കാമുകൻ. നീയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഗോപാലകൃഷ്ണന്റെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി.